കാഞ്ഞങ്ങാട് നഗരസഭയിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ വീട് നിർമ്മിക്കാനുള്ള പ്ലാൻ അനുവദിച്ചു കൊടുക്കാതെ ജനങ്ങളുടെ നീതി നിഷേധിക്കുന്നുവെന്നാരോപിച്ച് എഞ്ചിനീയർമാരുടെ സംഘടനയായ ലെൻസ്ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സജി മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. കുറച്ചു നാളുകളായി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ണൂരിൽ നിന്ന് വന്ന ചിറക്കൽ നിന്ന് വന്ന ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ചില വാർഡുകളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നിർമ്മിക്കുക എന്നുള്ളത് സ്വപ്നം നിഷേധിക്കുന്ന ഒരു തീരുമാനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. ഇവിടെ വേറെ ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. എങ്കിൽ തന്നെ ഇവിടെ വളരെ മോശമായ രീതിയിൽ നമ്മൾ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. വിനോദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ നമ്മളെ പോലെ ക്വാളിഫിക്കേഷനും അതേ കാറ്റഗറിയിലുള്ള ആൾ തന്നെ, നമ്മളെക്കാളും കുറവുള്ള ആൾക്കാർ തന്നെ ഇതേ സമീപനം ലൈസൻസുകളോട് സ്വീകരിക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ വിനോദ് ലൈസൻസുകളോട് കാണിക്കുന്ന അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെയാണ് ലെൻസ്ഫെഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ബിൽഡിംഗ് ഇൻസ്പെക്ടർ കെട്ടിട നിർമ്മാണ അപേക്ഷകൾ പരിശോധിക്കുമ്പോൾ നിർമ്മാണ നിയമത്തിൽ അനുശാസിക്കാത്ത പല കാര്യങ്ങളും പറഞ്ഞ് നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും നോട്ടീസ് നൽകി ലൈസൻസുകളെയും കക്ഷികളെയും ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ലെൻസ്ഫെഡ് ആരോപിച്ചു. ധർണയും മാർച്ചും ലെൻസ്ഫെഡ് സംസ്ഥാന കമ്മിറ്റി അംഗം സജി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥന്റെ ധിക്കാരപരമായ പെരുമാറ്റം മൂലം പൊറുതിമുട്ടിയ ലൈസൻസുകളെയും പൊതുജനങ്ങളുടെയും പരാതിക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ലെൻസ്ഫെഡ് നേതാക്കൾ മേലധികാരികൾക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. താലൂക്ക് പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീജിത്ത് സ്വാഗതവും ട്രഷറർ ബാലു എൻ നന്ദിയും പറഞ്ഞു. ജില്ലാ സെക്രട്ടറി അശോകൻ, ജോഷി, കെ ജെ തോമസ്, ഇ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി.